എല്ലാ തവണയും തൃശ്ശൂർ എക്സിബിഷൻ വന്നാൽ കാണാൻ പോകാറുള്ളത് പതിവാണ് കേട്ടോ. ശനിയും ഞായറും ഒന്നും അടുക്കാനേ പറ്റത്തില്ല. എയറിൽ പോവേണ്ട അവസ്ഥയാവാറാണ് കേട്ടോ പതിവ്. ഇപ്രാവശ്യം ഇട്ട ദിവസമാണ് കേട്ടോ പോയത്. സ്ഥിരമുള്ള ആൾക്കാർ തന്നെയായിരുന്നു കാണാൻ പോകാനായിട്ടുണ്ടായിരുന്നു. എക്സിബിഷൻ എത്ര കൊല്ലമായിട്ട് വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. ബട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എക്സിബിഷന് പോയിട്ടുണ്ട് കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ അമ്മ വീട്ടിൽ വെക്കേഷൻ നിൽക്കാൻ പോകുമ്പോൾ ആവും പോവാറ്. അന്നത്തെ ഓർമ്മകൾ പിന്നെ മറക്കില്ലല്ലോ അല്ലേ. കുറേ ഉണ്ട് കേട്ടോ നടക്കും. എല്ലാം കൊല്ലത്തെ പോലെ ഇക്കൊല്ലം അധികം സ്റ്റോളുകൾ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ. ഇതിനേക്കാൾ റേറ്റ് കുറവിൽ പുറത്ത് സാധനങ്ങൾ കിട്ടിയാലും എക്സിബിഷന് വന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടും. എന്നാലും ഇപ്രാവശ്യം അവശ്യ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്. കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ. വെറൈറ്റി പേനുകൾ, പെൻസിലുകൾ, സൺഗ്ലാസുകൾ. അതുകൊണ്ട് അവരെ കൊണ്ടുവരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. റേറ്റ് കുറവിന്റെ സ്റ്റോളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയട്ടെ. 30 രൂപ 20 രൂപ വരെയൊക്കെ സ്റ്റോളുകളുണ്ട്. പക്ഷെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ ലൈറ്റ്സിനൊക്കെ അവിടെ നല്ല റേറ്റ് ആണ് കേട്ടോ. 1000-ന്റെ അടുത്തൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒടുക്കത്തെ റേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഫ്ലിപ്പിലൊക്കെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവിൽ കിട്ടും. പിന്നെ രാജസ്ഥാനി ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാംഗിൾസ്, നെക്ലസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വിഷ്ണു മേടിച്ചൊരു സാധനമാണ്. എന്താന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എവിടെ പോയാലും ബുക്സ് നോക്കുന്ന ശീലം ഇപ്പം ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല ശീലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബുക്ക് വായന എത്രത്തോളം കൂട്ടാൻ നോക്കുന്നോ അത്രത്തോളം കൂട്ടുന്നത് നല്ലതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 30 രൂപ കട, അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഗെയിംസിലൊന്നും കയറാനായിട്ട് നിന്നില്ല കേട്ടോ. നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ട് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിലുള്ള ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. വിഷ്ണുവിൻ്റെ ചിലവായത് കൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടം പോലെ കഴിച്ചു.